ഒരു സംസ്ഥാനത്തിലെ രാഷ്ട്രീയ തർക്കങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഭാവിയും മാറ്റിമറിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ വരാൻ പോകുന്ന വൻ പരിഷ്കാരങ്ങളുടെ തുടക്കമാണ്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആഭ്യന്തര കലഹങ്ങളാൽ തകർന്നടിയുമ്പോൾ അവിടെ ദീർഘവീക്ഷണത്തോടെ കരുക്കൾ നീക്കുന്നത് BJP ആണ്. വാസ്തവത്തിൽ ഒരു പാർട്ടിയുടെ ആഭ്യന്തര തർക്കം എങ്ങനെയാണ് ഈ രാജ്യത്തിന് മെച്ചപ്പെട്ട ഒരു ഭാവി സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ബംഗാൾ നിയമസഭയിൽ ഇതിനകം തന്നെ 3-2 ഭൂരിപക്ഷത്തോടെ BJP തങ്ങളുടെ പൂർണ്ണ മേധാവിത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ BJP നേതാക്കൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് അവരുടെ യഥാർത്ഥ ലക്ഷ്യം പാർലമെന്റിലെ വലിയ രാഷ്ട്രീയ വിജയമാണ്. നിലവിൽ 80 അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസിൽ വലിയൊരു പിളർപ്പാണ് ദൃശ്യമാകുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ CPM നേതാവ് കൂടിയായിട്ടുള്ള ഋതബ്രത ബാനർജിയെ കഴിഞ്ഞ ബുധനാഴ്ച ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി അംഗീകരിച്ചു. മമതാ ബാനർജി മുതിർന്ന നേതാവ് ശോഭൻ ദേവ് ചതോപാധ്യായെ ഈ പദവിയിലേക്ക് പിന്തുണച്ചെങ്കിലും 58 MLA-മാരുടെ കൃത്യമായ പിന്തുണയോടെ ഋതബ്രത അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. വിമത ക്യാമ്പിൽ ഇപ്പോൾ കുറഞ്ഞത് 60 MLA-മാരുണ്ടെന്നാണ് വിവരം. മഹാരാഷ്ട്രയിൽ 2022 ശിവസേനയും NCPയും പിളർന്നതുപോലെയും അടുത്തിടെ AAP-യുടെ 10 രാജ്യസഭാ MP-മാരിൽ രാഘവ് ഛദ്ദ ഉൾപ്പെടെ 7 പേർ BJP-യെ പിന്തുണച്ച് NDA-യുടെ കരുത്ത് 141 ഉയർത്തിയതുപോലെയും വലിയൊരു തരംഗമാണ് ബംഗാളിലും ദൃശ്യമാകുന്നത്. ഈ തൃണമൂൽ വിമതർ പാർലമെന്റിൽ ഒരു പ്രത്യേക ഗ്രൂപ്പായി മാറി BJP-യുടെ ദേശീയ നയങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ പിന്തുണ BJP-ക്ക് എത്രത്തോളം നിർണായകമാണ്? കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ലോക്സഭയിൽ ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ അഥവാ ഡീലിമിറ്റേഷൻ ബിൽ പരാജയപ്പെട്ടത്. 3-2 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടായിരുന്നു അത്. ലോക്സഭയിലെ പരമാവധി സീറ്റുകളുടെ എണ്ണം 545-ൽ നിന്ന് 850 ഉയർത്തി എല്ലാ വോട്ടർമാർക്കും കൃത്യവും നീതിപൂർവമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. അതായത് ഓരോ വോട്ടും കൂടുതൽ മൂല്യമുള്ളതാക്കി മാറ്റുക. ഇതോടൊപ്പം രാജ്യത്തെ ആകെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ലും വരാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ വലിയ തോതിൽ കുറച്ച് വികസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും. നിലവിൽ BJP-യുടെ നേതാവ് PP ചൗധരിയുടെ നേതൃത്വത്തിലുള്ള 39 അംഗ സംയുക്ത പാർലമെന്ററി സമിതി ഈ ബില്ലിന്മേൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തി വരികയാണ്. 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ 2 വലിയ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുകയാണ് BJP-യുടെ ലക്ഷ്യം. ഏപ്രിലിൽ ബില്ല് വന്നപ്പോൾ കോൺഗ്രസും TMCയും DMK-യും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി 230 വോട്ടുകളോടെ ഒരുമിച്ച് ഇതിനെതിർത്തു. NDA-യുടെ അന്നത്തെ കരുത്ത് 298 വോട്ടുകളായിരുന്നു. നിലവിൽ തൃണമൂലിന് 28 MP-മാരും DMK-ക്ക് 22 MP-മാരുമുണ്ട്. എന്നാൽ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾക്ക് ശേഷം DMK ഇപ്പോൾ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്ന സൂചനകളുണ്ട്. ഹോം മിനിസ്ട്രി ഇപ്പോൾ ബില്ലിന്റെ പുതുക്കിയ കരട് തയ്യാറാക്കുകയുമാണ്. DMK-യുടെ പിന്തുണ കൂടി ലഭിച്ചാൽ 543 അംഗ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷത്തിന് NDA-ക്ക് 42 വോട്ടുകൾ കൂടി മാത്രം മതിയാകും. അവിടെയാണ് തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ് നിർണായകമാകുന്നത്. തൃണമൂലിൽ നിന്നും 15-20 MP-മാർ BJP-യെ പിന്തുണച്ചാൽ ഈ ലക്ഷ്യം എളുപ്പത്തിൽ കൈവരിക്കാം. ഒരു വലിയ കുടുംബം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമ്പോൾ പുരോഗതി ഉണ്ടാകുന്നത് പോലെ ഒരു ശക്തമായിട്ടുള്ള പാർലമെന്റിന് മാത്രമേ ശക്തമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ കഴിയൂ. ചെറുകിട രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ വികസനവും സുസ്ഥിരതയും മുൻനിർത്തിയുള്ള BJP-യുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ശിവസേന, NCP, AAP എന്നീ പാർട്ടികളിലെ മാറ്റങ്ങൾ കാണിക്കുന്നത് ജനങ്ങളും ജനപ്രതിനിധികളും വികസന രാഷ്ട്രീയത്തെയാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. തൃണമൂലിലെ ഈ തകർച്ച 2029 മുൻപ് വികസിത ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കാനുള്ള ഒരു സുവർണവാതിലായി മാറും. പ്രതിസന്ധികളെ പോലും രാജ്യപുരോഗതിക്കുള്ള വലിയ അവസരങ്ങളാക്കി മാറ്റുന്ന ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ന്യൂസ് ഡെസ്ക് കേന്ദ്രമാണ്.